ഹായ്, ഞാൻ ഫാരി റഫി, ട്രിവാൻഡ്രം വേട്ടമുക്കിൽ നിന്ന് വരുന്നു. ഞാനിവിടെ മൊഞ്ചുള്ള ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കണം. അതിനായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം നെയ്യും കൂടി ചേർക്കണം. അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങയുടെ നീരും, ആവശ്യത്തിന് ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഇനി നമുക്ക് ഉള്ളി പൊരിക്കാനായിട്ടിടാം. നമ്മളിതിൽ ചെറുള്ളിയും കൂടി ചേർത്തിട്ടാണ് നമ്മളുടെ മൊഞ്ചുള്ള ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഫാരി റഫി, തിരുവനന്തപുരം. ഓ, കൊഞ്ചൊക്കെ നല്ല മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, അടിപൊളി. ഇപ്പൊ കൊഞ്ച് ബിരിയാണിയാണോ? ഞാനൊരു മൊഞ്ചുള്ള കൊഞ്ച് ബിരിയാണി ഉണ്ട്. നല്ല നല്ല കൊഞ്ചിൽ കുറക്കാൻ പാടില്ല. മൊഞ്ചുള്ള കൊഞ്ച് ബിരിയാണി, അത് നല്ല റൈമിങ് അല്ലേ? മൊഞ്ചുള്ള കൊഞ്ച് എന്നൊക്കെ പറയുമ്പോൾ സൗന്ദര്യമുള്ള കൊഞ്ച്. ഞാൻ ഈ ഉള്ളി പൊരിച്ചിട്ടുണ്ടതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളി പൊരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി ഈസിയാന്ന് പറയും. ഇതൊന്ന് പൊരിച്ചിട്ടാണ് ഏറ്റവും പക്ഷേ എന്താ പറയാ, ഉള്ളി പൊരിച്ച് കിട്ടുന്നതെന്ന് പറയുമ്പോൾ പൊരിച്ചതിനാണ് അതിന്റെ സ്വാദ്. ഇത്തിരി ബുദ്ധിമുട്ടിയാലും പൊരിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് ഞാൻ ചേട്ടൻ്റെ തീരുമാനമായി. അല്ല, അതുണ്ടെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ സ്വാദിന്റെ കാര്യത്തിലേ ബിരിയാണി അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പൊരിച്ചത് ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളുടേതായ സ്റ്റൈൽ, അതല്ല അതിൻ്റെ അതല്ല അതിൻ്റെതായ ഒരു ഇത്. മൊഞ്ച്, അതാണ് അതിന്റെ മൊഞ്ച്. അതാണ് മൊഞ്ചുള്ള കൊഞ്ച് ബിരിയാണി. കടത്തി വിട്ടിരിക്കുകയാണല്ലേ. അപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള ഉള്ളി പൊരിക്കണ കടമ്പ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണ കൊഞ്ച് പൊരിച്ചെടുക്കണം. ഇത് കൊഞ്ചായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബട്ടറും വെളിച്ചെണ്ണയും എല്ലാം കൂടി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ ചെമ്മീനൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഒരുപാട് നേരം നമുക്കിതിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഏകദേശം വെന്തുണ്ട്. ഇനി നമ്മളിത് മസാല ഇടുന്നതാണല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ മൊഞ്ചുള്ള കൊഞ്ച്. അതിൻ്റെ മൊഞ്ചെന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്കിതിൽ തന്നെ മസാല ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ ഉള്ളി ഇടാം. ഇതിൽ പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ചെറുള്ളി ചതച്ചതാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചെറുള്ളി ഇട്ടിട്ട് വയ്ക്കുമ്പോൾ. ഇനി നമുക്കിതിൽ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം, ചതച്ച് വെച്ചത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് ചേർക്കാം. ഹലോ, എന്തായി? ഇതേ അടുത്ത സ്റ്റേജ് മസാല ചെറുള്ളി ഇട്ടിട്ട് ചെയ്യണം. അപ്പോൾ ടേസ്റ്റ് കൂടുതലാണ് ചെറുള്ളിയും പൊരിച്ചുള്ളിയാണ് ശരിക്കും ഒരു ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ്. പിന്നെ ഞാനിതിൽ ബട്ടർ ചേർത്തിട്ട്, കാരണം മീനാവുമ്പോൾ ഒരു ബട്ടർ ടേസ്റ്റ് വരുമ്പോൾ ബെറ്റർ ആയിരിക്കും അല്ലേ. അതിങ്ങനെ വെളിച്ചെണ്ണയിലാണ് ഒരു വേരിയേഷൻ ചെയ്യുന്നത്. ബാക്കി വെളിച്ചെണ്ണ. പിന്നെ ഞാൻ ചെറുനാരങ്ങ നീര്, തൈര് അധികം യൂസ് ചെയ്യണില്ല. കാരണം എന്താ വെച്ചാൽ തൈര് ചേർക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ബിരിയാണിയിൽ നമ്മുടെ ആ ഒരു, ഇപ്പോൾ ഫിഷ് ആണെങ്കിൽ ആ ഫിഷിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല തൈരാകുമ്പോൾ. ചെറുനാരങ്ങ നീര്, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അല്ലേ. ചെയ്ത് ശീലിക്കുമ്പോൾ നമുക്കത് ആദ്യം ഞാൻ എപ്പോഴും തൈര് ചേർക്കുമായിരുന്നു. പക്ഷേ പിന്നീടാണ് ഇതാണ് ബെറ്റർ. തൈര് ചേർക്കണേക്കാൾ നമ്മളിപ്പോൾ ചിക്കൻ ആയാലും മട്ടൺ ആയാലും അതിന് ആ ഒരു ഫ്ലേവർ കിട്ടാൻ നല്ലത്. ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കും അതൊരു ടിപ്പാണല്ലോ. ഈ സീ ഫുഡ് ഉണ്ടാക്കുമ്പോൾ തൈരിനെക്കാട്ടിലും ബെറ്റർ ചെറുനാരങ്ങ നീരായിരിക്കും. ഓക്കെ, നടക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം കേട്ടോ. ഇനി ഈ തക്കാളി ഒന്ന് നല്ലപോലെ വെന്തുടഞ്ഞാൽ നമുക്ക് പൊരിച്ച് വെച്ച കൊഞ്ച് ചേർക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഈ ഉള്ളി ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്കിതിൽ കുറച്ചിടണം കേട്ടോ. അതിന് ശേഷം ഈ പൊരിച്ച് വെച്ച കൊഞ്ച് ചേർക്കാം. നമുക്ക് മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മളെ കൊഞ്ച് മസാല റെഡി ആയിട്ടോ. ഇനി നമുക്ക് റൈസ് വേവിക്കാനായിട്ടുള്ള പാത്രം വയ്ക്കാം. നെയ്യും കൂടി ഉണ്ടായിരുന്നതും ചേർക്കാം. ഇതിൽ നമുക്ക് ഓൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, കരയാമ്പു ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഈ കപ്പ് കൊണ്ട് അളന്നത്. അപ്പോൾ ഈ കപ്പ് കൊണ്ട് ഇത് നാളികേരപ്പാലാണ്. അപ്പോൾ 4 കപ്പ് വേണം. അപ്പോൾ ഇത് 1 കപ്പ് നാളികേരപ്പാൽ ഒഴിച്ച് 4 കപ്പ് ഒഴിക്കണം കേട്ടോ. അതിൽ 2 കപ്പ് നാളികേരപ്പാലും
2 കപ്പ് വെള്ളം ഒഴിച്ചാണ്. അപ്പോൾ ബിരിയാണിയുടെ നമ്മൾ റൈസ് റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഘട്ടമായ ദമ്മിടാം. മസാല ഇട്ടിട്ട് അപ്പോൾ നമ്മളുടെ മൊഞ്ചുള്ള കൊഞ്ച് ബിരിയാണി ഇത് ദമ്മിടാണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അത് ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ വീണ്ടും വരുന്നു. ഓക്കെ, ഏകദേശം ലാസ്റ്റ് സ്റ്റേജായി. ദമ്മായിക്കൊണ്ടിരിക്കണം. ദം ഇട്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഇല്ല വെച്ചിട്ടില്ല. എല്ലാം സെറ്റിങ്സ് റെഡി. ഇതെന്തപ്പാ? അത് ഈത്തപ്പഴം ചെറി. ഓ, ഡിഫറെൻറ്റ്. ഇതെല്ലാം അതിന് വേണ്ടി ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഒരു പ്രസൻറ്റേഷൻ മോഡൽ. ഓക്കെ, എങ്ങനെ ശരിയായി വരുന്നുണ്ടോ? അല്ല, നമ്മൾ റൈസൊക്കെ ഒത്തു വന്നോ? ഓ, നോ പ്രോബ്ലം. അപ്പോൾ ഇനി ഫൈനൽ ആയിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ മൊഞ്ചുള്ള കൊഞ്ച് ബിരിയാണി റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ.